ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് ഭാഷ. അത് സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പ്രതിഫലനമാണ്. ഇന്ത്യയിൽ ഭാഷകളുടെ വൈവിധ്യം വളരെ വലുതാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ ഭാഷയുണ്ട്. സംസ്ഥാനത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ അത് പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ സംസാരിക്കുന്ന പ്രധാന ഭാഷ മലയാളമാണ്. മലയാളം ആശയവിനിമയത്തിനുള്ള ഒരു മാർഗം മാത്രമല്ല, അത് കേരളത്തിൻ്റെ ആത്മാവിനെയും പാരമ്പര്യത്തെയും ഉത്സവങ്ങളെയും ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഹിന്ദി കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായാൽ എന്തു സംഭവിക്കും? ഇത് സംസ്കാരം മുതൽ വിദ്യാഭ്യാസം, സർക്കാർ, അതിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരും. ആദ്യം അത്തരമൊരു മാറ്റത്തിൻ്റെ സാംസ്കാരിക സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കാം. ഭാഷ സംസ്കാരവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളം കേരള സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഓണം ആഘോഷവേളയിൽ ആലപിക്കുന്ന ഗാനങ്ങൾ മുതൽ കേരളത്തിലെ എഴുത്തുകാർ രചിച്ച സമ്പന്നമായ സാഹിത്യം വരെ എല്ലാം മലയാളത്തിലാണ്. മലയാളത്തിന് പകരം ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ വെക്കുകയാണെങ്കിൽ ധാരാളം സാംസ്കാരിക ആവിഷ്കാരങ്ങൾ മാറുകയോ മങ്ങുകയോ ചെയ്തേക്കാം. ഓണം അല്ലെങ്കിൽ വിഷു പോലുള്ള ഉത്സവങ്ങൾ മലയാളത്തിലുള്ള പാട്ടുകൾ, കവിതകൾ, ആചാരങ്ങൾ എന്നിവയുമായി ആഘോഷിക്കപ്പെടുന്നു. ഹിന്ദി പ്രബലമായ ഭാഷയായി മാറുകയാണെങ്കിൽ ആളുകൾക്ക് ഈ പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടാൻ തുടങ്ങും. കഥകൾക്ക് യുവതലമുറയ്ക്ക് പ്രാധാന്യം കുറവായിരിക്കാം. അവർക്ക് മലയാള സാഹിത്യത്തിൻ്റെ സങ്കീർണമായ സൗന്ദര്യം മനസ്സിലാക്കുന്നതിനേക്കാൾ ഹിന്ദി പഠിക്കുന്നത് എളുപ്പമായിരിക്കാം. കൂടാതെ ആഗോളതലത്തിൽ പിന്തുടരുന്ന മലയാള സിനിമയുടെ സമ്പന്നമായ പാരമ്പര്യത്തിനും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. മലയാളത്തിൽ സിനിമകൾ നിർമ്മിക്കുന്ന സംവിധായകരും അഭിനേതാക്കളും പകരം ഹിന്ദി സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയേക്കാം. കാരണം ഒരു വലിയ ദേശീയ പ്രേക്ഷകർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാൻ കഴിയും. കേരളത്തിലെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന അതുല്യമായ കഥ പറച്ചിലിന് പേര് കേട്ടതാണ് മലയാള സിനിമ. ഹിന്ദിയാണ് ആധിപത്യം പുലർത്തിയിരുന്നതെങ്കിൽ മലയാള സിനിമയുടെ പ്രാദേശിക രുചി നഷ്ടപ്പെടുമായിരുന്നു. അടുത്ത തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർക്ക് വിശാലമായ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാൻ ഹിന്ദിയിൽ സൃഷ്ടിക്കാൻ നിർബന്ധിതരാകുകയും മലയാള ഭാഷാ സിനിമകളുടെ പ്രാധാന്യം കുറയുകയും ചെയ്തേക്കാം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും കാര്യമായ മാറ്റങ്ങൾ വരും. കേരളം ഉയർന്ന സാക്ഷരതാ നിരക്കിന് പേരുകേട്ടതാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയാകണമെങ്കിൽ സ്കൂളുകൾ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പാഠപുസ്തകങ്ങൾ, പരീക്ഷകൾ, പഠന സാമഗ്രികൾ എന്നിവ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട്. അധ്യാപകരും പൊരുത്തപ്പെടേണ്ടതുണ്ട്. തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പരിചിതമല്ലാത്ത ഭാഷയിൽ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായേക്കാം. ഗണിതവും ശാസ്ത്രവും പോലുള്ള വിഷയങ്ങൾ ഒരു പുതിയ ഭാഷയിൽ പഠിക്കാനുള്ള അധിക വെല്ലുവിളിയില്ലാതെ ഇതിനകം തന്നെ സങ്കീർണമാണ്. അധ്യാപകർ, പ്രത്യേകിച്ച് വർഷങ്ങളായി മലയാളത്തിൽ പഠിപ്പിക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. തങ്ങളുടെ വിഷയങ്ങൾ ഫലപ്രദമായി പഠിപ്പിക്കാൻ അവർ നന്നായി ഹിന്ദി പഠിക്കേണ്ടതുണ്ട്. ചിലർക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാകാം, പ്രത്യേകിച്ച് മലയാളത്തിൽ പഠിപ്പിക്കാൻ അവരുടെ കരിയർ ചെലവഴിച്ച പ്രായമായ അധ്യാപകർക്ക്. മാതൃഭാഷയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ ഭാഷയിലെ പാഠങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായേക്കാം. ഇത് പഠന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും കുറച്ചു കാലത്തേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി അറിയുന്നത് ഗുണം ചെയ്യും. കാരണം ഇത് അവർക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും എളുപ്പമാക്കും. ഹിന്ദി അറിയുന്നത് ദേശീയ വിപണിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നേടാൻ അവരെ സഹായിക്കും. എന്നിരുന്നാലും ഹിന്ദിയിലേക്കുള്ള പരിവർത്തനം സുഗമവും മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദിയിൽ പ്രാവീണ്യമുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായം ശ്രദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ ഈ നേട്ടം കൈവരിക്കാനാകൂ. ഹിന്ദിയിലേക്കുള്ള മാറ്റം സർക്കാരിനെയും ഭരണകൂടത്തെയും സാരമായി ബാധിക്കും. നിലവിൽ മിക്ക ഔദ്യോഗിക രേഖകളും നിയമങ്ങളും സർക്കാർ ആശയവിനിമയങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായാൽ ഓരോ രേഖയും ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടി വരും. ഇതിന് വലിയ അളവിലുള്ള വിഭവങ്ങളും സമയവും പണവും ആവശ്യമായി വരും. എല്ലാ സർക്കാർ സാമഗ്രികളുടെയും വിവർത്തനം കൈകാര്യം ചെയ്യാൻ സർക്കാർ വിദഗ്ധരെ നിയമിക്കണം. കൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ഹിന്ദിയിൽ ജോലി ചെയ്യാൻ പരിശീലനം നൽകേണ്ടതുണ്ട്. ഇതിൽ ക്ലാർക്കുകൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ പോലും ഉൾപ്പെടും. തുടക്കത്തിൽ സർക്കാർ വളരെയധികം ആശയക്കുഴപ്പം അനുഭവിച്ചേക്കാം. ചില ആളുകൾക്ക് ഹിന്ദിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കില്ല. ഇത് സേവനങ്ങളുടെ നടത്തിപ്പിൽ കാലതാമസത്തിനും കാരണമാകും. ഹിന്ദി സംസാരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തവർക്ക് സർക്കാരുമായി ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടായേക്കാം. ഇത് നിരാശ സൃഷ്ടിക്കും, പ്രത്യേകിച്ച് എപ്പോഴും മലയാളത്തിൽ ആശയവിനിമയം നടത്തുന്ന ആളുകൾക്കിടയിൽ. പ്രായമായവർ പ്രത്യേകിച്ച് പുതിയ ഭാഷയുമായി പൊരുത്തപ്പെടുന്നതിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ജീവനക്കാർ പുതിയ ഭാഷയുമായി പൊരുത്തപ്പെടുന്നതിനാൽ സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത കുറയാനിടയുണ്ട്. എന്നിരുന്നാലും സർക്കാരിൽ ഹിന്ദി ഉപയോഗിക്കുന്നതിൽ ഒരു നല്ല വശമുണ്ടാകും. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്.
ഇത് ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ഏകോപിപ്പിക്കാൻ കേരളത്തെ സഹായിച്ചേക്കാം. മറ്റ് സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം എളുപ്പമാകും. രാജ്യം മുഴുവൻ ഔദ്യോഗിക സംവിധാനങ്ങളിൽ ഹിന്ദി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഏകീകൃതമായ ഭരണ സംവിധാനം സൃഷ്ടിക്കാൻ കഴിയും. ഈ ഭാഷാമാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്കും അനുഭവപ്പെടും. പ്രാദേശികവും അന്തർദേശീയവുമായ സന്ദർശകരെ ആശ്രയിക്കുന്ന ശക്തമായ വിനോദസഞ്ചാര വ്യവസായത്തിന് പേരുകേട്ടതാണ് കേരളം. പ്രകൃതി സൗന്ദര്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും വേണ്ടി ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നു. ഈ മേഖലയിൽ ഭാഷ അനുഭവത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ടൂർ ഗൈഡുകൾ, ഹോട്ടൽ ജീവനക്കാർ, പ്രാദേശിക കച്ചവടക്കാർ എന്നിവർ വിനോദസഞ്ചാരികളുമായി ആശയവിനിമയം നടത്താൻ പലപ്പോഴും മലയാളം സംസാരിക്കുന്നു. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി മാറുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ആശയവിനിമയം എളുപ്പമാകും. എന്നിരുന്നാലും പ്രാഥമികമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് അവിടെ എത്തിച്ചേരാൻ കൂടുതൽ ബുദ്ധിമുട്ടായേക്കാം. വിശാലമായ പ്രേക്ഷകരെ സേവിക്കുന്നതിനായി ഗൈഡുകളും ജീവനക്കാരും അവരുടെ പ്രാദേശിക ഭാഷകൾക്ക് പുറമെ ഹിന്ദി പഠിക്കേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്കും സ്ഥിതി മാറും. നന്നായി ആശയവിനിമയം നടത്തുന്നതിനോ അവരുടെ പ്രാദേശിക സമൂഹങ്ങളുമായി കൂടുതൽ എളുപ്പത്തിൽ സംയോജിപ്പിക്കുന്നതിനോ അവർ ഹിന്ദി പഠിക്കേണ്ടതുണ്ട്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലും മാറ്റം വന്നേക്കാം. ഹിന്ദിയിലേക്കുള്ള മാറ്റവുമായി ബിസിനസ്സുകൾ പൊരുത്തപ്പെടേണ്ടതുണ്ട്. പരസ്യങ്ങൾ, ഉൽപ്പന്ന പാക്കേജിംഗ്, ഉപഭോക്തൃ സേവനം എന്നിവയെല്ലാം പുതിയ ഭാഷയെ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് ബിസിനസ്സുകൾ അവരുടെ ജീവനക്കാർക്ക് ഭാഷാ പരിശീലനത്തിൽ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ചില ബിസിനസ്സുകൾക്ക് ഹിന്ദി സംസാരിക്കുന്ന വിപണിയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നല്ല അവസരമായിരിക്കാം ഇത്. മറ്റുള്ളവർക്ക് ഇത് അവരുടെ യഥാർത്ഥ മലയാളം സംസാരിക്കുന്ന ഉപഭോക്താക്കളുമായി ബന്ധം നിലനിർത്തുന്നതിൽ ആശയക്കുഴപ്പത്തിനും ബുദ്ധിമുട്ടിനും കാരണമാകും. ഹിന്ദിയിലേക്കുള്ള മാറ്റം കേരളത്തിലെ സാമൂഹിക ഐക്യത്തെയും ബാധിക്കും. ആളുകൾ സ്വയം തിരിച്ചറിയുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. പല കേരളീയർക്കും മലയാളം ഒരു ഭാഷ മാത്രമല്ല, അത് അവരുടെ ഐഡന്റിറ്റിയുടെ പ്രധാന ഭാഗമാണ്. ഹിന്ദിയാണ് മലയാളത്തിന് പകരമെങ്കിൽ ആളുകൾക്ക് അവരുടെ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗം നഷ്ടപ്പെടുന്നുവെന്ന് തോന്നിയേക്കാം. ഇത് എതിർപ്പിലേക്കും പ്രതിഷേധത്തിലേക്കും നയിച്ചേക്കാം. പലരും ഈ നീക്കത്തെ അവരുടെ സംസ്കാരത്തിനും ജീവിത രീതികൾക്കും നേരെയുള്ള ആക്രമണമായി കണ്ടേക്കാം. മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ ഹിന്ദിക്ക് ആളുകളെ കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെങ്കിലും കേരളത്തിലെ ജനങ്ങളും അവരുടെ സാംസ്കാരിക വേരുകളും തമ്മിൽ വിള്ളൽ വീഴ്ത്താനും അതിന് കഴിയും. ഈ ഭാഷ പലർക്കും അഭിമാനത്തിന്റെ ഉറവിടമാണ്. അത് മാറ്റിസ്ഥാപിച്ചാൽ അത് അന്യവൽക്കരണ ബോധം സൃഷ്ടിക്കും. ആളുകൾക്ക് അവരുടെ ചരിത്രത്തിൽ നിന്നും അവരുടെ സ്വയംബോധത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതായി തോന്നിയേക്കാം. സംസ്ഥാനത്തിന് അതിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടാം. കേരളത്തെ അതുല്യമാക്കുന്ന സംസ്കാരം ഇല്ലാതായേക്കാം. മറുവശത്ത് ദേശീയ ഐക്യത്തിന്റെ കാര്യത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാം. ഇന്ത്യയിലുടനീളമുള്ള എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും എളുപ്പമാക്കും. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും ഐക്യബോധം സൃഷ്ടിക്കാനും ഇതിന് കഴിയും. എന്നിരുന്നാലും ഈ ഐക്യം ഓരോ സംസ്ഥാനത്തിന്റെയും വ്യക്തിത്വത്തിന്റെ ചെലവിൽ വരരുത്. വിശാലമായ ദേശീയ സംഭാഷണത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം കേരളത്തിലെ ജനങ്ങൾ അവരുടെ സാംസ്കാരിക സ്വത്വം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. മലയാള സിനിമകളും ടെലിവിഷൻ ഷോകളും നിർമ്മിക്കുന്ന സമ്പന്നമായ പാരമ്പര്യമുള്ള കേരളത്തിലെ വിനോദ വ്യവസായവും മാറും. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി മാറുകയാണെങ്കിൽ വിനോദ വ്യവസായത്തിന്റെ ശ്രദ്ധ മാറിയേക്കാം. ചലച്ചിത്ര പ്രവർത്തകരും നിർമ്മാതാക്കളും ഒരു വലിയ ദേശീയ പ്രേക്ഷകരെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ മലയാള സിനിമകൾ കുറച്ചും നിർമ്മിച്ചേക്കാം. ഇത് കേരളത്തിന്റെ അതുല്യമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന സിനിമകൾ കുറയാനിടയാക്കും. പ്രാദേശിക ഭാഷ ഇനി വിനോദ വ്യവസായത്തിന്റെ കേന്ദ്രബിന്ദു ആയിരിക്കില്ല. ഈ മാറ്റം കേരളത്തിലെ സിനിമയ്ക്ക് അതിന്റെ പ്രാദേശിക ആകർഷണം നഷ്ടപ്പെടുത്തുകയും അതിന്റെ ആഗോള അംഗീകാരത്തെ പോലും ബാധിക്കുകയും ചെയ്യും. കൂടാതെ മലയാള സാഹിത്യത്തിന്റെ പങ്കും കുറയാനിടയുണ്ട്. മലയാള സാഹിത്യം സമ്പന്നവും വൈവിധ്യപൂർണവുമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, ഒ വി വിജയൻ തുടങ്ങിയ എഴുത്തുകാർ ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി മാറുകയാണെങ്കിൽ അടുത്ത തലമുറയിലെ എഴുത്തുകാർ ഹിന്ദിയിൽ എഴുതാൻ നിർബന്ധിതരായേക്കാം. ഇത് മലയാളത്തെ ഒരു സാഹിത്യ ഭാഷ എന്ന നിലയിൽ നഷ്ടപ്പെടാൻ ഇടയാക്കും. കേരളത്തിലെ സാഹിത്യത്തെ നിർവചിക്കുന്ന കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ എന്നിവ ഹിന്ദി ഭാഷാ കൃതികളാൽ മറയ്ക്കപ്പെട്ടേക്കാം. ഹിന്ദി ഔദ്യോഗിക ഭാഷയാകുന്നതിന്റെ സ്വാധീനം ദൈനംദിന ജീവിതത്തിലും കാണാനാകും. കേരളത്തിൽ ആളുകൾ അവരുടെ വീടുകളിലും ചന്തകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും മലയാളം സംസാരിക്കുന്നു. ഹിന്ദി പകരം വെക്കുകയാണെങ്കിൽ ക്രമീകരണത്തിന്റെ ഒരു കാലയളവ് ഉണ്ടാകും. എല്ലാ സാഹചര്യങ്ങളിലും ആളുകൾ ഹിന്ദി സംസാരിക്കുന്നത് ശീലമാക്കണം. പ്രത്യേകിച്ച് പഴയ തലമുറകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതായി തോന്നുകയും ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. ബോളിവുഡ് സിനിമകളുടെയും ടെലിവിഷൻ ഷോകളുടെയും ജനപ്രിയ സംസ്കാരത്തിലൂടെയും ഇതിനകം ഹിന്ദിയിലേക്ക് തുറന്നു കാട്ടപ്പെട്ടതിനാൽ യുവതലമുറയ്ക്ക് പരിവർത്തനം എളുപ്പമാകും. എന്നിരുന്നാലും അവർക്ക് പോലും ഈ മാറ്റം അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം.
മലയാള പദപ്രയോഗങ്ങളുടെ സൗന്ദര്യം, വാക്കുകളുടെ താളം, ഭാഷയുടെ വൈകാരിക ആഴം എന്നിവ വിവർത്തനത്തിൽ നഷ്ടപ്പെടാം. ഒരു പുതിയ ഭാഷയുമായി പൊരുത്തപ്പെടുന്ന പ്രക്രിയയ്ക്ക് സമയവും പരിശ്രമവും വേണ്ടിവരും. അധ്യാപകർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി സർക്കാർ ഭാഷാ ക്ലാസുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. മലയാളവുമായി ബന്ധം നഷ്ടപ്പെടാതെ ആളുകൾ ഹിന്ദി പഠിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ ക്ലാസുകൾ നന്നായി സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയ എളുപ്പമായിരിക്കില്ല. പരിവർത്തനം മന്ദഗതിയിലാകും. വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നതിൻ്റെ ചില നേട്ടങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അത് പഠിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ രാജ്യത്തിലുടനീളമുള്ള മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ തുറക്കും. പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ്സുകളിലും വ്യവസായങ്ങളിലും. ഉന്നത വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വേണ്ടി വിദ്യാർത്ഥികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് എളുപ്പമാകും. ദേശീയ സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനത്തിൽ കേരളം കൂടുതൽ സംയോജിക്കപ്പെടാനും കഴിയും. ചുരുക്കത്തിൽ ഹിന്ദി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയായാൽ അത് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വിദ്യാഭ്യാസവും സർക്കാരും മുതൽ സംസ്കാരവും ദൈനംദിന ജീവിതവും വരെയുള്ള ജീവിതത്തിന്റെ പല മേഖലകളിലും ഈ മാറ്റങ്ങൾ അനുഭവപ്പെടും. ചില നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും വെല്ലുവിളികൾ പലതായിരിക്കും. മലയാളവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിന്റെ അതുല്യമായ ഐഡന്റിറ്റി ഒരു ഭീഷണിയെ നേരിട്ടേക്കാം. ഈ മാറ്റം വിജയകരമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള താക്കോൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള കണ്ണിയായി ഹിന്ദിയെ സ്വീകരിക്കാൻ കഴിയുമെങ്കിലും കേരളത്തിന്റെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഭാഷയായി മലയാളം അഭിവൃദ്ധി പ്രാപിക്കണം. അപ്പോൾ മാത്രമേ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.